ഹായ് ഗേയ്സ്, ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്നും അപ്പം മുട്ടായിട്ട് മക്കൾക്കൊക്കെ ഒരു മടുപ്പാണ്. മക്കൾക്ക് മാത്രമല്ല എനിക്കും മടുപ്പേക്കണു. അപ്പം ഞാൻ സേമിയ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക കേട്ടോ. അതിന് മുന്നേ ചായ തിളച്ച് വന്നോ അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് പഞ്ചസാര ഇടാറുള്ളൂ കേട്ടോ. ഷുഗറൊന്നുമില്ല, പക്ഷേ ഷുഗർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ പറയുക, ഒരു മുൻകൂർ ജാമ്യം എടുക്കുക. അപ്പോൾ ആദ്യം ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം, എന്നിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുക കേട്ടോ. റവ ഉപ്പുമാവിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ നമ്മൾ ഉള്ളി അങ്ങനത്തെ ഒന്നും ഇടൂല കേട്ടോ. എന്നിട്ട് പിന്നെ പഞ്ചസാര ഇട്ടിട്ടോ തിന്നാം. അപ്പോൾ ഉപ്പുമാവ് ആവണതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര വിശപ്പ്. അതുവരെ കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിമണി വറുത്തത് തിന്നാണ് കേട്ടോ. ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഉപ്പുമാവ് വേവണ വരെ വിശന്നിരിക്കണ്ടേ. അപ്പം ഞാൻ അരി വറുത്തതും അതിലേക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് തൽക്കാലം അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കട്ടൻ ചായ എടുത്തിട്ട് അങ്ങനെ അത് തിന്നാൻ വേണ്ടിയിരുന്നു. അപ്പോഴൊക്കെ നമ്മളെ ഉപ്പുമാവിൻ്റെ സേമിയ വറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചട്ടീനെ മാറ്റി പിന്നെ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്ത് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് ഈ വറുത്ത് വെച്ച സേമിയനെ ഇട്ടുകൊടുത്തു. ഇനി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തീ കുറച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ വേവും. പിന്നെ കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിന് പോയിട്ട് സമയം വൈകണ്ട വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതാണ് നമ്മളുടെ ഉപ്പുമാവ് കേട്ടോ. നല്ല ടേസ്റ്റാട്ടത്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഇടയ്ക്കുമ്പോൾ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. റവ ഉപ്പുമാവിനേക്കാളും ഇഷ്ടം ഇതാട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നമ്മുടെ പൂച്ചാശാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലല്ല കേട്ടോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി തിന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് മീൻ നന്നാക്കാൻ നിന്നപ്പോൾ വന്നതാട്ടോ. എങ്ങനെയെന്ന് അറിയില്ല, മീനിൻ്റെ മണക്ക് ഓൽക്ക് കിട്ടി. അപ്പോൾ മീൻ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പത്തിന് പൂച്ച വന്നു. പുറത്ത് പോയിട്ട് മീൻ നന്നാക്കാതിരുന്നാൽ അതിനയക്കൂല. ഇതാണ് അവസ്ഥ. ഭയങ്കര ശല്യമാണ് പൂച്ചൻ്റെ. അപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ മീൻ നന്നാക്കലാണ് കേട്ടോ. പിന്നെ ചോറ് അടുപ്പത്തുണ്ട്. അപ്പോൾ ചോറിൻ്റെ അടുത്ത് തന്നെ ഇന്നലത്തെ ചോറ് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഊറ്റിയാണ്, ചോറ് വെന്തു. അപ്പോൾ ഊറ്റിയാണ് കേട്ടോ. മീൻ നന്നാക്കൽ കഴിഞ്ഞ് വത്തൽ മീനാണ്. അതിൽ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് പൊരിച്ചെടുക്കുക. കുറച്ച് സമയം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാൻ അടുപ്പ് അങ്ങനെ കത്തുന്നുണ്ട്. ചോറ് വന്നപ്പോൾ അടുപ്പ് വെറുതെ കത്തിപ്പോവാണ്. അപ്പോൾ പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല, വേഗം അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ഊറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയപ്പോൾ മാങ്ങി വെച്ചു. ഇനി മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഒഴിച്ചിട്ട് മീൻ പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ അടുപ്പ് വെറുതെ കത്തിപ്പോണ്ട വിചാരിച്ചിട്ട് അമ്മക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സമയത്തൊന്നും നമ്മൾ ഗ്യാസ് എത്തിക്കാറില്ല. അടുപ്പ് കത്തുമ്പോൾ അടുപ്പത്ത് തന്നെ വെക്കൽ. ഇന്ന് വത്തൽ മീനാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ അമ്പഴങ്ങേട്ടത് നമ്മളെ മരത്തുമ്പോൾ ഉണ്ടായതാണ്. ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് സുർക്കിയിലിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൊമ്പൊക്കെ അത് വന്ന് മാറ്റിയിട്ട് കഴുകിയെടുത്തിട്ട് സുർക്കിയിലിടും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിലൊരാൾ വന്നിക്കാണ്. ഇയാളെടുത്ത് എന്തോ ഒരു ചെണ്ട. അപ്പോൾ ഇയാൾ വേഗം വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ഇയാൾ അങ്ങനെ ചെണ്ട പൊട്ടി നിൽക്കും കേട്ടോ നമ്മൾ പുറത്തേക്ക് വരുന്നവരെ. അപ്പോൾ എൻ്റെ മകൻ വേഗം പോയി വാതിൽ തുറന്നു, പൈസയും കൊടുത്തു. അതുകൊണ്ട് കൊട്ടാനൊന്നും നിൽക്കാതെ അയാൾ പോയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ കൊട്ടയേക്കാൻ. പക്ഷേ കാക്കു എന്നെ വേഗം പറഞ്ഞേക്കേ പൈസ കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വേഗം പോയതാട്ടോ. പിന്നെ ഇതാ നമ്മൾ അയൽവാസി കുറച്ച് പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ കഴിച്ചു. അതിന് ശേഷം കോഴിമുട്ട ഇങ്ങനെ ചിക്കി പൊരിച്ചെടുക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. മീനുണ്ട് എന്നാലും കോഴിമുട്ട ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് ഉപ്പേരിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കോഴിമുട്ട ഉണ്ടാക്കിയതാട്ടോ. ഉള്ളി കാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കൂലേ, അതാണ്. ഓംലേറ്റ് അടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച ചോറ് തിളച്ചിട്ടില്ല. അപ്പോൾ അതവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഇത് കുറച്ച് റേഷനരി അതിൽ കുറിഞ്ചാത്തനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വെയിലത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. കിച്ചൺ എത്ര ക്ലീൻ ചെയ്താലും വീതനമൊക്കെ ഓരോ സാധനങ്ങളുണ്ടാവും.
അതൊന്നും വെക്കാനിപ്പോൾ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഇവിടെ തന്നെയല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മണികളൊക്കെ കഴിഞ്ഞു, വൈകുന്നേരമായി. അപ്പോൾ ഇതിലൂടെ ഒരു താത്ത വന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് അച്ചാറുകളും ഉണ്ണിയപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം വാങ്ങി, എന്നാൽ പിന്നെ ചായക്ക് കടിയായല്ലോ വിചാരിച്ചിട്ട്. നല്ല ഉണ്ണിയപ്പം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വരികയല്ലേ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് വാങ്ങിയത് കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ അറ്റ്ലസ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അവിടെ നല്ല ഓഫറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ നോട്ടാണിട്ടത്. 10 വാങ്ങിയാൽ 10 ഫ്രീ, അങ്ങനെയുള്ളത്. നമ്മൾ അടുത്ത് വീട്ടിൽ താത്ത വാങ്ങിയതാണിത്. അപ്പോൾ ഓൾക്ക് വരയുള്ളതും വരയില്ലാത്തതും ഒരു പറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ ഓൾക്ക് വരയുള്ളത് മാത്രമാണ് അവിടുന്ന് കിട്ടിയത്. വരയില്ലാത്തതും ഉണ്ട് വിചാരിച്ചിട്ട് ഓല് അത് വാങ്ങി വീട്ടിലേക്ക് പോന്നു. ഇതിൻ്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് വരയുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏതായാലും അറ്റ്ലസ്ക്ക് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളോട് അതൊന്ന് മാറ്റി കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് കൊടുന്നതാട്ടോ. ഇനി ഇതുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ മുന്നേ ഉണ്ണിയപ്പത്തിലേക്കുള്ള ചായ ഉണ്ടാക്കണ്ടേ. അപ്പോൾ പാൽ ചായ ഉണ്ടാക്കാന്ന് പാലും കുപ്പിയിൽ കുറച്ച് വെള്ളം ചുറ്റി പാർന്നെടുത്തു. പിന്നെ തിളച്ച് വന്നപ്പോൾ നല്ലോണം ചായപ്പൊടി ഇട്ടു, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ചായ റെഡി ആയിട്ടോ. പാൽ ചായയിൽ ഞാൻ നല്ലോണം പൊടിയിട്ടു കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ പഞ്ചസാര കുറച്ച് ഇടാറുള്ളൂ. അതങ്ങനെ ശീലിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോയിട്ടോ. ആദ്യം ഇന്ത്യനിക്കാണ് പോയത്. അവിടുന്ന് യൂണിഫോം എടുത്തിട്ട് പിന്നെ അറ്റ്ലസ്ക്ക് പോവാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ ശീല മേടിക്കുകയാണ് ചെയ്തത്. പാൻറ്റ് റെഡിമെയ്ഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ഈ ചെക്കന്മാർക്ക് ലൂസ് വേണമെന്ന് പറഞ്ഞിട്ട്, പാൻറ്റ് ബാഗി പാൻറ്റാണല്ലോ ഇപ്പോൾ, അപ്പോൾ എല്ലാവർക്കും ലൂസുള്ള പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ശീല എടുത്തതാണ് കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷർട്ട് റെഡിമെയ്ഡ് എടുക്കുക കേട്ടോ ചെയ്തത്. നല്ല ഷർട്ടാട്ടോ, നല്ല വൃത്തിയിൽ അടിച്ചിട്ടുണ്ട്, നല്ല സൂപ്പറാണ് കേട്ടോ. പാൻറ്റും അതെ, നല്ല വൃത്തിക്ക് അടിച്ച നല്ല പാൻറ്റുകളാണ്. പക്ഷേ ഇവർക്ക് പറ്റണ്ടേ, ഓൾക്ക് ലൂസിൽ അടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് ശീല എടുത്തു. ഇനി അടിക്കാൻ കൊടുക്കണം കേട്ടോ. ഈ ഒരു ഇന്ത്യൻ ക്ലോത്ത് മാർട്ടിൽ ഒരുവിധം എല്ലാ സ്കൂളിൻ്റെയും യൂണിഫോമുകൾ ഉണ്ടാവില്ലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് അറ്റ്ലസ്ക്കാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ഓഫറുകളൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ പെന്നും പെൻസിലും ബാഗും കുടയും എല്ലാം ഉണ്ട് കേട്ടോ. ബാഗൊക്കെ നല്ല ഓഫറിൽ ഞങ്ങൾക്ക് കിട്ടി. 400 രൂപേൻ്റെ ബാഗ് കിട്ടിയിട്ടോ, നല്ല ബാഗായിരുന്നു. പിന്നെ നോട്ട്ബുക്ക് ഉണ്ട്. 10 എടുത്താൽ 10 ഫ്രീ ഉള്ളത് കഴിഞ്ഞിരിക്കണം കേട്ടോ. 5 എടുത്താൽ 3 ഫ്രീ, 10 എടുത്താൽ 6 ഫ്രീ, അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഓഫർ ഞങ്ങൾ ചെന്നപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിച്ചിട്ടുണ്ട് സ്കൂൾ ഐറ്റംസ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല എന്ന് എഴുതിക്കണം കേട്ടോ. പിന്നെ ഒരു കൂപ്പണ്, ഞങ്ങൾക്ക് 2 കൂപ്പൺ കിട്ടിയിട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ 2 കിട്ടണത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ 2നും 2 പേര് എഴുതിയിട്ട് അതിലിട്ടിട്ടുണ്ട്. സൈക്കിളാണ് അത്രേ സമ്മാനം. അപ്പോൾ സൈക്കിളുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. കിട്ടിയ ഭാഗ്യം. നമുക്കങ്ങനെ ഭാഗ്യമില്ല, അങ്ങനെയുള്ള ഗിഫ്റ്റുകളൊന്നും നമുക്ക് കിട്ടലില്ല കേട്ടോ നറുക്കെടുപ്പിലൊന്നും. എന്തായാലും ഇട്ടിട്ടുണ്ട്. ഇതാ ഈ സൈക്കിളുകളാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നമ്പറൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. കിട്ടിയാൽ അവർ വിളിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു കടയിൽ കയറിക്കാണ്. ഭയങ്കര ദാഹം, ചൂടല്ലേ, മഴയൊക്കെ പോയി വീണ്ടും ചൂടായി. അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.